അഫ്ഗാനിസ്ഥാനിൽ പാക് വ്യോമാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു, 14 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 11 കുട്ടികളും ഉണ്ടെന്ന് അറിയുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യവും. അനുപമ ശ്രീദേവ് വിവരങ്ങളുമായി ചേരുന്നു. അനുപമ, വിവരങ്ങൾ എങ്ങനെയാണ്? സേതു ഈ പറയുന്നത് പോലെ ഈ പാക് അഫ്ഗാൻ അതിർത്തിയിലെ കുനാർ, ഖോസ്റ്റ്, പക്തിക എന്നീ അതിർത്തിയിലെ ഗ്രാമീണ മേഖലകളിലായിട്ട് ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായ ആക്രമണത്തിലാണ് 13 പേർ കൊല്ലപ്പെട്ടതായിട്ട് താലിബാൻ അറിയിക്കുന്നത്. അഫ്ഗാൻ താലിബാൻ അധികൃതർ അറിയിക്കുന്നത്. ഇതിൽ 11 പേർ കുട്ടികളാണ്. 8-നും 13-നും വയസ്സിനും ഇടയിലുള്ള വളരെ ചെറിയ കുട്ടികളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനു പുറമെ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൊല്ലപ്പെട്ടതായിട്ടും താലിബാൻ വക്താവ് അറിയിക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലെല്ലാം ഈ അഫ്ഗാൻ പാക് അതിർത്തിയിലുള്ള സംഘർഷങ്ങളും അത് ഈ TTP പാകിസ്ഥാൻ അടക്കമുള്ള ഈ താലിബാൻ, തെഹ്രീക്കെ താലിബാൻ അടക്കമുള്ള അഫ്ഗാനിലെ താലിബാൻ അനുകൂല സംഘടനകൾ പാകിസ്ഥാനിൽ അകത്ത് കയറി നടന്ന് സുരക്ഷാ സേനയ്ക്ക് എതിരെ ഉൾപ്പെടെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയുള്ള നടപടി എന്ന നിലയ്ക്കാണ് പാകിസ്ഥാൻ ഈ അതിർത്തി കടന്ന് ഈ അഫ്ഗാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഒരു നടപടിയിലേക്ക്. അങ്ങനെയാണ് പാകിസ്ഥാൻ ഈ ആക്രമണങ്ങളെ വിശദീകരിക്കുന്നത്. ഇപ്പോഴത്തെ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എങ്കിൽ തന്നെയും താലിബാൻ ഭരണകൂടം ആരോപിക്കുന്നത് അർദ്ധരാത്രി ജനവാസ മേഖലയിൽ കടന്ന് വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ്. ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിക്കുന്നതെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും പലപ്പോഴും ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഈ ജനവാസ മേഖലകളിലെ സാധാരണക്കാരെയാണ് ബാധിക്കുന്നതെന്നും ഇത് തീർത്തും മനുഷ്യാവകാശ ലംഘനപരമായിട്ടുള്ളൊരു കാര്യമാണെന്നും താലിബാൻ ആരോപിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ ഒരു ലഹരി വിമോചന കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ ഇത് സമാനമായിട്ട് പാക് വ്യോമസേന അതിർത്തി കടന്ന് പാക് യുദ്ധവിമാനങ്ങൾ നടത്തിയ ഒരു ആക്രമണമായിരുന്നു അത്. ആ ഒരു ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആക്രമണമാണ് ഈ ഫെബ്രുവരി അതിർത്തി സംഘർഷങ്ങൾ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയതിനു ശേഷം ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ പാകിസ്ഥാനിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളാണ്, തെഹ്രീക്കെ താലിബാൻ അടക്കമുള്ള സംഘങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളാണ് ഈ പാകിസ്ഥാന്റെ തിരിച്ചടികൾക്ക് കാരണമായി പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇരകളാകുന്നത് സാധാരണക്കാരാണ്, കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ നേരിടുന്ന ഒരു വലിയ മാനുഷിക പ്രതിസന്ധി ഒക്കെ നമുക്കറിയാവുന്നതാണ്. തുടർച്ചയായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കൊപ്പമാണ് ഈ അതിർത്തി മേഖലകളിൽ, അതും അധികമുള്ള ജനസംഖ്യ ഏറിയ ഈ അതിർത്തി മേഖലകളിലെ ഇത്തരം ആക്രമണങ്ങൾ പലപ്പോഴും ഈ സാധാരണക്കാരെയാണ് ബാധിക്കുന്നത്. ചെയ്തു. ഓക്കെ അനുപമ, ശരി. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇതിൽ.